ഷാലിമാർ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടി ഇതാ എത്തുന്നു കൊല്ലകമ്പന്മാർ. സ്പാർക്ക് എവർട്ടൺ പുറത്തൂർ ആൻഡ് ഓസ്കാർ തൃത്തല്ലൂർ. കൊമ്പുകൊല്ലിക്ക് വമ്പുകൊല്ലിക്ക് കളിക്കളത്തിനകത്ത് കിരീടം എന്ന സ്വപ്നം മാത്രം. അവസാന സ്ഥാനക്കാരാര ടീമിന്റെ ഈ ടൂർണമെന്റിലെ ആദ്യ സ്ഥാനക്കാരാര്, രണ്ടാം സ്ഥാനക്കാരാരാ? ഷഫീഖ് മുക്കാല, ഇവിടെ ഫീൽഡ് സെറ്റ് ചെയ്യുന്നു. എവർട്ടൺ പുറത്തൂര്, സ്പാർക്ക് എവർട്ടൺ പുറത്തൂര് ഫൈനൽ മത്സരത്തിൽ ടോസ് ലഭ്യമാകുന്നു. അതോടുകൂടി ബൗളിംഗ് തെരഞ്ഞെടുക്കുന്നു. മറുവശത്ത് ഓസ്കാർ തൃത്തല്ലൂര് അടിച്ചൊതുക്കാൻ തീരുമാനമെടുത്ത് ഫൈനൽ മത്സരത്തിന് ഷാജി പാപ്പൻ. നോൺ സ്ട്രൈക്കർ ഇതിൽ ഷാജി, സ്ട്രൈക്ക് ചെയ്യുന്നു നാസിക്, ബൗൾ ഫ്ലവർ ടച്ച്. സിമ്പിൾ ടച്ച്. നാസിക് ചോളായി, നാസിക്കിന്റെ ട്രാപ്പ് ഒരുക്കി. ആ ട്രാപ്പിൽ നാസിക് വീണിരിക്കുന്നു. ഇടത്തോട്ട് വലിഞ്ഞടിക്കാനുള്ള ശ്രമത്തിനൊടുവിൽ നാസിക്കിനെ ക്ലീൻ ബൗൾഡ് ചെയ്ത് വിക്കറ്റ് തെറിപ്പിച്ച സജി. വലിയ വലിയ വേദികൾക്ക് വേണ്ടി പിറന്നവനാണ്, വെയിലത്ത് കുരുത്തവനാണ്. ഏത് മത്സരവും, ഏതൊരു വലിയ മത്സരത്തിന്റെ പ്രഷർ സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്ത മനുഷ്യനാണ് സജി. പുഷ്പം പോലെ തെറിപ്പിച്ചിരിക്കുന്നു സജി. അനു സിംഗിൾ റണ്ണ, ഒരു വലിയ വിക്കറ്റ്. നോ ലുക്ക, പാപ്പൻ പന്തിനെ സ്ലോട്ടിലേക്ക് കിട്ടിയ പാട വഴി തിരിച്ചു വിടുന്നു. ഒരു 4 റൺസ് കണ്ടെത്തുന്നു. സജിക്ക് മുകളിലേക്ക് പ്രഹരം തുടങ്ങാനാണ് ഷാജി പാപ്പന്റെ ശ്രമം. ഒരു ബൗണ്ടറി അടിച്ചു. എന്നാൽ ഷാജിയെ തിരിച്ച് പവലിയനിലേക്ക് നടത്തുന്നു സജി. ആദ്യ ഓവറിൽ 2 വിക്കറ്റുകൾ. എവർട്ടൺ പുറത്തൂർ, സ്പാർക്ക് എവർട്ടൺ പുറത്തൂർ. റിമെമ്പർ ദ നെയിം. ഈ ടീമും ഈ കൂട്ടാളികളും ഇവർ കപ്പ് പഠിച്ചേ കളിപ്പടക്കൂ എന്നത് ഉറച്ചു വിശ്വസിക്കുന്ന താരങ്ങളാണ്. മറുവശത്ത് നാസിക്കിനെയും പാപ്പനെയും 2 ഓപ്പണേഴ്സിനെ നഷ്ടമായി കഴിഞ്ഞു. ഇനിയുള്ളത് അനുവും അൽത്താഫും. ഈ ഒരു പാർട്ണർഷിപ്പ് ഒരു വലിയ സ്കോർ പിന്തുടരാൻ, ഒരു വലിയ സ്കോർ കണ്ടെത്താൻ വേണ്ടി എത്തുന്നു. അനു സിക്സ്. Wide with single. Shot. വിനു സജി വളരെ ഭംഗിയായി തുടങ്ങി വെച്ചു. പക്ഷെ വിനുവിന്റെ മുകളിലേക്ക് കടന്നാക്രമണം നടത്തി സജി നൽകിയ മേൽക്കൈ അങ്ങ് ഇല്ലാതാക്കാനാണ് അൽത്താഫിന്റെയും അനുവിന്റെയും ശ്രമം. Wow, super bowling. Vinu. Edge.
വിക്കറ്റ് കീപ്പർ ഒരു സ്വിച്ചിനുള്ള ശ്രമം കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അനുവിന്. ലാസ്റ്റ് വൺ ബോൾ വൺ മുതലേക്ക് മാസ്റ്റർ കപ്പിന്റെ സ്വപ്ന കിരീടത്തിലേക്ക് ഇതാ ഇവിടെ മതിലുകൾക്കപ്പുറത്ത് മാമലകൾക്കപ്പുറത്ത് അങ്ങ് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ആ പന്തിനെ പായിച്ചുകൊണ്ട് അനു തയ്യാറെടുക്കുന്നു. സജി എതിരാളികൾക്ക് ഒരു ചെറിയ പഴുത് പോലുമില്ല എന്ന് പറഞ്ഞു വെക്കാണ്. സജിയുടെ പന്തുകൾ അത്രമേൽ അപകടം വിതയ്ക്കുന്നു എതിരാളികളുടെ കൂട്ടത്തിന് മുകളിലേക്ക്. നിങ്ങൾ കണ്ട വേദികൾ കണ്ടവനല്ല, മറിച്ച കേരളത്തിലെ പ്രധാന ടൂർണമെന്റുകളിലെല്ലാം തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ എതിരാളികൾക്ക് മറുപടി കിട്ടുന്നില്ല. വെടിക്കോപ്പുകൾ കയ്യിൽ വെച്ചത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഫൈനലിലേക്ക് യാത്ര തുടർന്നത്. ഫൈനൽ മത്സരം പിടിച്ചടക്കാൻ സജി എന്നല്ല ഏത് പമ്പനെയും തള്ളി തകർത്തുകൊണ്ട് ഞങ്ങൾ മുന്നേറും. The team says like that. Yes, for an added to the card. Oscar Tritellura. പമ്പ് കാണിക്കാൻ വന്ന പമ്പനെ പിടിച്ച് പഞ്ഞി കിട്ടുകൊണ്ട് ഒരു വിക്കറ്റിന് ശേഷം 10 റൺസ് കണ്ടെത്തുന്നു റഫീഖ. മിസ്റ്റർ റഫീഖ്, യെസ്, റഫീഖും മടങ്ങുന്നു. സജിക്ക് മറ്റൊരു വിക്കറ്റ് കൂടി. 4 വിക്കറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് സജി നിറഞ്ഞു നിൽക്കുകയാണ് മത്സരത്തിലുടനീളം. 4 പന്തുകൾ പിന്നിടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 38. സൂപ്പർ ബൗളിംഗ്. ഒരു ഓവർ 5 പന്തുകളിലും സജി വിട്ടു നൽകിയത് കേവലം 17 റൺസ്. 4 വലിയ വിക്കറ്റുകൾ. Look at the bowling figure. ഹെലികോപ്റ്റർ സജിയുടെ തട്ട് താന്നു തന്നെയിരിക്കും. പക്ഷേ ഈ ഒരു ഷോട്ട് ടീമുകൾ മാസ്റ്റർ കപ്പിന്റെ കിരീടത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലാണ്. സൂപ്പർ ബൗളിംഗ് മിസ്റ്റർ റുക്കാസ. കഴിഞ്ഞ 4 സീസണുകളിലും മാസ്റ്റർ കപ്പ് കളി പുറത്ത് കണ്ടിരുന്ന സൂപ്പർ ബൗളിംഗ്. അനുവിന്റെ വലിയ സിക്സറുകൾ പിറക്കുന്നു. ഫൈനൽ മത്സരത്തിന്റെ ബാറ്റിംഗിന് ചുക്കാൻ പിടിക്കുന്നത് അനുവാണ്. സുരേഷ്, I think boundary 4 run added to the card again. 4 ഓവറും 1 പന്ത് പിന്നിടുമ്പോൾ 59. സജി എടുത്ത 4 വിക്കറ്റുകൾ അവിടെ തന്നെയുണ്ട്. ആ 4 വിക്കറ്റുകൾ കൂടാതെ ഒന്നും തന്നെ നേടാൻ സാധിച്ചിട്ടില്ല മറ്റു ബൗളർമാർക്ക്. മൂവ് ചെയ്യുന്നു. സൂപ്പർ ബൗളിംഗ്. ഒരു മിസൈൽ വേഗതയിൽ പന്ത് കണ്ടെന്ന് പോകുന്നു. ബാറ്റർക്കൊന്ന് ബാറ്റ് പൊട്ടിക്കാനുള്ള ഒരു സമയം ലഭിക്കുന്നില്ല. ബൗളർ ഫ്ലെക്സിംഗ് ഹിസ് മസിൽസ്.
കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെ അനു. പക്ഷേ ടീമിന് എത്ര നേരം മികവാർന്ന ഷോട്ടുകൾ കൊണ്ട് സമ്പന്നമാക്കിയാണ് അനു തിരികെ നടക്കുന്നത്. തനിക്ക് ലഭിച്ച അവസരത്തിനെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഫൈനൽ മത്സരത്തിൽ ടീമിന് വേണ്ട സ്കോർ സമ്മാനിച്ചാണ് അനു മടങ്ങുന്നത്. സജി വിക്കറ്റിന് പിന്നിൽ ഒരു സജി ഉള്ളപ്പോൾ മറുവശത്ത് ഒരു സജി വന്ന മറ്റൊരു സജിയെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് തെറ്റത്ത് വിടുന്നൊരു സിക്സ. യാത്രയിലാണ് ഓസ്കാർ ചുട്ടല്ലൂര. വിനോയ് കൃഷ്ണൻ CP White മറ്റൊരു വിക്കറ്റ്. Saji back to the strikes. Saji today. പഴുതുകൾ കണ്ടെത്തുന്നു. Beautiful ball. Connected ball. Saji പുതുപുത്തൻ സജി. സജിത്തിന്റെ സിക്സറുകളേറ്റ എതിരാളികൾ നില പരീക്ഷ. ഓസ്കാർ ചുട്ടാലൂര 6 ഓവർ പിന്നിടുമ്പോൾ 6 വിക്കറ്റ് 90. ടീമിന്റെ സൂപ്പർ സ്റ്റാർ സജി 4 വിക്കറ്റുകൾ നേടിക്കൊടുത്തു. പക്ഷേ പിന്നീട് വന്ന ബൗളർമാർക്കെല്ലാം തന്നെ റണ്ണൊഴുകി. 91 സജിത്തിന്റെ ഇന്നിംഗ്സിന് വേണ്ടിയാണ്. 5 പന്തിൽ 28. ഡ്രീം സ്റ്റാർട്ടാണ് ഫൈനലിൽ സജിത്തിന്. മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാറ്ററെ നോട്ട് ചെയ്യുന്ന ബൗളർ മിസ്റ്റർ ജിത്തു സജിത്ത്. സൂപ്പർ ബൗളിംഗ് ഡോട്ട് ബോളുകൾ ക്വാളിറ്റിയാണ് ജിത്തു. Middle of the batter. സജിയുടെ ബോഡി ലാംഗ്വേജ് നോക്കുക. ഉച്ചിലുള്ള ചീറ്റപ്പുലിയായി കളിക്കളത്തിനകത്ത് വേഗത കൂട്ടുന്ന സജിത്ത. അവസാനിപ്പിക്കുന്നില്ല അദ്ദേഹം. കാട്ടിൽ നിങ്ങൾ ഒരുപാട് മൃഗങ്ങളെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ പകച്ചു പോകുന്നത്, കാട്ടിലെ മൃഗങ്ങൾ പോലും പകച്ചു നിൽക്കുന്നത് സിംഹരാജാവിന്റെ എഴുന്നള്ളപ്പിലാണ്. ഇതാ ഇവിടെ സജിത്ത ഒരു സിംഹരാജാവായി എഴുന്നള്ളിയിരിക്കുന്നു തൃത്താലൂരിന് വേണ്ടി. കൈയടിച്ചേ മതിയാകൂ. 10 പന്തുകളിൽ 40 റൺസ് അടിച്ച ഈ ഒരു ഫൈനൽ മത്സരത്തിന്റെ കൃത്യമായ ആവേശം പുലർത്തിക്കൊണ്ടാണ് ഓസ്കാർ തൃത്താലൂരിന് വേണ്ടി സജിത്ത് തിരിച്ചു കയറുന്നത്. എതിരാളികൾ പോലും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ, അനുമോദിക്കുന്നുണ്ടെങ്കിൽ, അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓർത്തുകൊള്ളുക, അത്രമേൽ ക്രിക്കറ്റ് എന്ന ഗെയിം ഇവിടെ വിജയിച്ചിരിക്കുന്നു. Yes, cricket is a gentleman's
ആരെന്ത് ചെയ്താലും എന്നതല്ല, ആരെന്ത് നല്ലത് ചെയ്താലും അതിനെ അനുമോദിക്കാൻ, അതിനെ അഭിനന്ദിക്കാൻ നിങ്ങൾക്കാവുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ട്. യെസ്, ടൈം ഫോർ ദ ചേസ്. മാസ്റ്റർ കപ്പിന്റെ കനക കിരീടം, ആ കിരീടത്തിലേക്ക് 7 ഓവറുകൾ ബാക്കി. ആ 7 ഓവറുകൾ 42 പന്തുകളിൽ വിജയത്തിലേക്കുള്ള ദൂരം 104. എളുപ്പമല്ല കാര്യങ്ങൾ. പക്ഷേ മറുവശത്ത് ഏത് കൊല്ലകമ്പനെയും കൊന്നെടുക്കുന്ന താരമുണ്ടെന്ന് മറക്കരുത്. സജി ചെറിയ പുള്ളിയല്ല. മാസ്റ്റർ കപ്പിലെ ആദ്യ അവസരത്തിന് എങ്ങനെ മുതലെടുപ്പും നടത്തും എന്ന് കാണാം. നാസിക് ചോളായി ടു സജി. ഫാസ്റ്റ് ബോൾ ഫോർ ദ ചേസ്. സ്കോറർ റെഡിയാണ്, ലാലു റെഡിയാണ്. മാച്ച് ഒഫീഷ്യൽസ് നിങ്ങൾക്ക് തുടരാം. സ്റ്റാർസിൽ താലൂർ വേഴ്സസ് സ്പാർക്ക് എവർട്ടൺ പുറത്തൂര. It's a chance. Nasik Cholai. Look at the scenes, look at the celebration. They know the value of the wicket. പത്തി മടക്കി താഴ്ന്നു പോയത് സച്ചിയുടേതാണ്. അത് ആഘോഷമാക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാമെന്ന് നാസിക് ചോദിക്കുന്നു. കണക്ക് തീർക്കുന്നത് നാസിക്കും. നാസിക് ബാറ്റുമായി വന്നു, സച്ചി ക്ലീൻ ബൗൾ ചെയ്തു വിട്ടു. ഇപ്പോൾ ഇവിടെ സച്ചി ബാറ്റുമായി വന്നു. നാസിക് അദ്ദേഹത്തിന് തിരികെ നടക്കാൻ ആവശ്യപ്പെട്ടു. ചാർജായി കഴിഞ്ഞു. ബിനോയ് കൃഷ്ണൻ CP. എന്ന ടാർഗറ്റിലേക്ക് ആദ്യ പന്തിൽ തന്നെ ആ ടീമിന്റെ സൂപ്പർ താരത്തിന്റെ വിക്കറ്റ് സ്വന്തമാക്കി. ടീമിനെ ഒന്ന് പ്രതിരോധ കോട്ടിലാഴ്ത്താനാണ് ശ്രമം. ഈ പ്രതിരോധം പൊട്ടിക്കണമെങ്കിൽ സിക്സറുകൾ കൂടിയേ തീരൂ. നാസിക്കിന്റെ എക്സ്ട്രാ സ്പേസ് ഉള്ള പന്തുകളെ കൃത്യമായി കണക്ട് ചെയ്യാൻ ബിനോയ്ക്കും കഴിയുന്നില്ല. Unbelievable scenes in the center. ഫൈനൽ മത്സരത്തിന്റെ ചേസിംഗിന് നല്ല തുടക്കം. പക്ഷേ പുത്താളൂരിനെ സംബന്ധിച്ച ഇത് വളരെ പോസിറ്റീവായ തുടക്കമാണ്. മെഡിക്കൽ ടീം എൻട്രി. Cut one, over completed, 3 runs, 1 wicket loss. ഉള്ളവരാണ്, ഒരുപാട് വലിയ വലിയ സ്കോറുകൾ ചേസ് ചെയ്ത ശീലമുള്ളവരാണ്. അൽതാഫ് ടു ബിനോയ്. ബിനോയ് അൽതാഫിന്റെ ആദ്യ പന്ത്. 6. അൽതാഫ് പ്ലീസ് ഒരിക്കൽ കൂടി ഈ ഒരു സമയം ഞാൻ നിങ്ങളെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു. പുറത്തൂര മത്സരത്തിന്റെ തുടക്കത്തിൽ സച്ചി 4 വിക്കറ്റുകളുടെ മേൽക്കൈ നേടിക്കൊടുത്തതാണ്. പക്ഷെ പിന്നീട് കണ്ടത് ബൗളർമാരുടെ ശവപ്പറമ്പായ ഗ്രൗണ്ടിനെയാണ്. അൽതാഫ്
Super fouling Al-Tafa after completion of second over, 10 runs on the card. ഇനി നാസിക് ചാലായിയുടെ പന്തുകൾക്ക് മുകളിലേക്ക് ഗിനിയത് അപകടം വിതറുന്നുണ്ട്. ഒരു ബൗളർ അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി പുറത്ത്. Wow, slow one. Super fouling. Super comeback, Nasika. ഈ സമയം എതിരാളികൾക്ക് മുകളിലേക്ക് ഒരിക്കൽ കൂടി മേധാവിത്വം ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട് നാസിക് ചോളായിക്കും സംഘത്തിന്. 3 ഓവർ പിന്നിടുമ്പോൾ 27 സ്കോർ കാർഡിൽ 2 വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. 3 ഓവർ പിന്നിടുമ്പോൾ 27. ഇനി 24 പന്തിൽ 77, 19 റൺസ് ഓവറിൽ എന്ന രീതിയിലാണ് എത്തുന്നു ആദ്യ പന്ത്. Master stroke from the player Irshada. Sorry. വിക്കറ്റിന് പിന്നിൽ നാസിക് അല്പം ബിസിയാണ്. ഒരു റൺസ് കൂട്ടിച്ചേർക്കാൻ സമ്മതിക്കുന്നില്ല നാസിക. Waiting for the signal. Yes, white +1. Shot. Fielder is there. Papa is there. Papane മറികടന്നൊരു ബൗണ്ടറി സാധ്യമല്ല എന്ന് പറഞ്ഞതാണ്. ഇവിടെ ആ ക്യാച്ച് ട്രൈ ചെയ്താൽ ചിലപ്പോൾ ഒരു ബൗണ്ടറിക്ക് സാധ്യതയുണ്ട്. ഷോട്ട്. ഗിനീഷ് ഒരു ഓവറിൽ 19 വേണമെന്നിരിക്കെ ഈ 5 പന്തുകളിൽ 16 പിറന്നിരിക്കുന്നു. റൺസിനനുസരിച്ച് താളം തുള്ളുന്ന ബാറ്റർമാർ. Super bowling Mr. Vinisha. ഇനി 18 പന്തുകളിൽ 61, ഒരു ഓവറിൽ 20 റൺസ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. 18-ൽ 10ന്റെ കളി. ടെന്നീസ് ബോളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 18-ൽ ഷാജിയുടെ ആദ്യ പന്ത് അതിൽ വരമ്പുകൾക്കപ്പുറത്തേക്ക് വായിക്കുന്നു ഇർഷാദ. ബാറ്ററുടെ താളപ്പിടവിന് വേണ്ടി കണക്കൊരുക്കുന്നു. ഷോട്ടിനുള്ളൊരു ശ്രമം ഗിനീഷ് സ്ട്രൈക്കിലേക്ക്. ആദ്യ പന്ത് സിക്സർ കണ്ടെത്തുന്നു ഷാജിക്കെതിരെ. പിന്നീട് ഒരു സിംഗിൾ കണ്ടെത്തുന്നു. 13 പന്തുകളിൽ 31 റൺസുമായി ഗിനീഷ് ഉണ്ട്. മറുവശത്ത്
ഇർഷാദ് 16 പന്തുകളിൽ 54. Oh wow! Single. Shot. ഇർഷാദിന്റെ ബാറ്റിൽ നിന്ന് കൃത്യമായി റൺസ് ഒഴുകുന്നില്ല. വളരെ കൃത്യമായി ഇർഷാദ് തിരികെ എത്തിയാൽ 14 പന്തിൽ 52. ഷാജു ടിക്കിനീഷ. ഷോട്ട് 46. ഇനി വിജയത്തിലേക്ക് 13 പന്തിൽ 46. ഷോട്ട് 6. 2 ഓവറിൽ 40. 20 റൺസ് എന്ന റൺ റേറ്റിനെ അത്ര കൃത്യതയോടെ പാലിക്കുന്നു. 2 ഓവറിൽ 40 റൺസ് ലഭിച്ച സിംഗിൾ റൺ അഗൻസ്റ്റ് ദ കാർഡ്. അൽതാഫ് പന്തെടുത്തുകൊണ്ട് ഉയർത്തുന്നു. ഷോട്ട് കിനീഷ. അൽതാഫ് കുത്തിയുയർത്തി അദ്ദേഹത്തിന് മുകളിലേക്ക് ഒരു പരീക്ഷണമാണ് നടത്തിയത്. പക്ഷേ ആ പരീക്ഷണത്തിന് അങ്ങ് പോക്കറ്റിലേക്ക് ചുരുട്ടി കെട്ടിയിട്ടേക്ക് എന്ന് പറഞ്ഞ പന്തിനെ എടുത്ത് അങ്ങ് വെളിയിലേക്ക് പറത്തിയിരിക്കുന്നു. ആ കാട്ടിൽ ആ പന്ത് റസ്റ്റ് എടുക്കുന്നു. റൺസുമായി ഗിനീഷ ഫൈനലിനെ അത്രമേൽ സുന്ദരമാക്കുന്നു. ഗിനീഷിന്റെ ബാറ്റിംഗ്. സൂപ്പർ സീൻ. മത്സരത്തിൽ എതിരാളികൾക്ക് മുകളിലേക്ക് അൽതാഫ് വെടിപൊട്ടിക്കുന്നു. മികച്ച രീതിയിൽ ബാറ്റിംഗ് തുറന്നുകൊണ്ടിരുന്ന 18 പന്തുകളിൽ 50 അടിച്ച് മുന്നേറ്റ ടീമിനെ നയിച്ചിരുന്ന ഗിനീഷ് തല താഴ്ത്തി മടങ്ങേണ്ടി വരുന്നു. പക്ഷേ മത്സരം തോറ്റുപോയാലും എതിരാളികൾ പോലും ബഹുമാനിക്കുന്ന രീതി നടക്കുന്നത്. ഈ മത്സരത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള 2 പന്തുകളാണ്. പതിവിലധികം വീര്യത്തോട്ട് കൂടി വിജയിച്ച 7 പന്തിൽ 27. ലോകത സെയിൻസ് കനത്തി അൽതാഫിന് മുകളിലേക്ക് വിജയിച്ച Anu മത്സരത്തിന്റെ ഏതൊരു സ്കോർ കാർഡിനെയും അടിച്ചെടുക്കാൻ സാധിക്കുന്ന ഇർഷാദുണ്ട്. പത്ത് പന്തുകളിൽ 10 റൺസുമായാണ് ഇർഷാദ് ബാറ്റ് ചെയ്യുന്നത്. ടീമിനെ വിജയിപ്പിക്കാൻ ഇർഷാദിന് ഒരു മിന്നൽ പിണർ. ഓരോ പന്തിനും വന്ന് സമയം മെനക്കെടുത്തരുത് പ്ലീസ്. മത്സരമാണ്.
അതൊരു 10 മാറ്റി തനി തങ്കമുള്ള ഫൈനലാവുന്നു. മൂന്ന് പന്തിൽ 20. ഷോട്ട് മാസ്റ്റർ കപ്പിന്റെ കനക കിരീടത്തിൽ മുത്തമിടാൻ തയ്യാറെടുക്കുന്നു തൃത്താലേറ. ഓസ്കാർ തൃത്താലേറ. ഒരു പന്തിൽ 14. ഈ മത്സരത്തിൽ കളി എവിടെ തിരിഞ്ഞു എന്ന് ചോദിച്ചാൽ, ഗെയിം ചേഞ്ചർ ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഉത്തരം പറയുകയേ അത് സജിത്താണ്. 10 പന്തുകളിൽ 40 റൺസ് എടുത്ത് ടീമിനെ വിജയിക്കാനുള്ള സ്കോറിൽ എടുത്ത സജിത്ത്. ഇതിന്റെ സെലിബ്രേഷൻ 2025 ഈ സീസണിലെ മാസ്റ്റർ കപ്പ് 5ാം സീസണിലെ കിരീട കാരണത്തിലേക്ക് ഓസ്കാർ തൃത്താലേറ. എതിരാളികളുടെ സ്വപ്നങ്ങൾക്കെല്ലാം അങ്ങ് 4 ആക്കി മടക്കി കീശയിൽ വെച്ച് കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് ഓസ്കാർ തൃത്താലേറ ചാമ്പ്യൻസ് ഓഫ് ദ സീസൺ 5 മാസ്റ്റർ കപ്പ് സീസൺ 5ലെ പുതുപുത്തൻ ചാമ്പ്യന്മാർ.